നമസ്കാരം. MT3 ലേറ്റഡ് സെൻറ്റർ ആകുന്നതിനെക്കുറിച്ചും കൂടാതെ ഫീമെയിൽ പാർട്ട് പരിശോധിക്കുന്നതിനെക്കുറിച്ചുമുള്ള സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യുവാനാകും. ഓൺ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് ടേപ്പർ ടേൺ ചെയ്യുവാൻ. മോഴ്സ് ടേപ്പർ 3 ടേൺ ചെയ്ത് ഒരു MT3 സ്ലീവ് ഉപയോഗിച്ച് ടേപ്പർ മാച്ച് ചെയ്ത് പരിശോധിക്കുക. ഈ എക്സർസൈസ് ചെയ്യുവാൻ ആവശ്യമായ എക്യുപ്മെന്റുകളും ടൂളുകളും ഇനി പറയുന്നവയാണ്: ലെയ്ത്ത്, 4 ജോ ചക്ക്, ചക്ക് കീ, ടൂൾ പോസ്റ്റ് കീ, ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്, കട്ടിംഗ് ടൂൾ, right hand and left hand, Morse tapered tape, 3 machine sleeve, vernier caliper, steel rule, universal surface gauge, center drill, center punch, ball peen hammer, Prussian blue, clean microfiber cloth, soft bristled brush, lubricating oil, emery sheet. ഈ എക്സർസൈസിലൂടെ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് എങ്ങനെ ടേപ്പർ ടേണിംഗ് ചെയ്യാമെന്നും മോഴ്സ് ടാപ്പേർഡ് ടൈപ്പ് 3 ലേത്ത് മെഷീൻ ഡെഡ് സെന്റർ നിർമ്മിക്കാമെന്നും നമുക്ക് പഠിക്കാം. സ്റ്റീൽ റൂളും വേർണിയർ കാലിപ്പറുകളും ഉപയോഗിച്ച് റോ മെറ്റീരിയലുകളുടെ വലിപ്പം പരിശോധിക്കുക. ഒരു ഇൻഡിപെൻഡന്റ് 4 ജോ ചക്കിൽ ജോബ് ഹോൾഡ് ചെയ്യുക. അത് ശരിയാക്കി ജോബിന്റെ അലൈൻമെന്റ് പരിശോധിക്കുക. ഫോർവേ ടൂൾ പോസ്റ്റിൽ ആവശ്യമായ ടൂളുകൾ സെറ്റ് ചെയ്യുക. രണ്ടെൻഡും ഫേസിംഗ് ചെയ്യുക. ജോബിന്റെ ആകെ ലെങ്ത് 130 മില്ലിമീറ്ററായി നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുക. സെന്ററുകൾക്കിടയിൽ സപ്പോർട്ട് ചെയ്യുന്നതിനായി ജോബ് സെന്റർ ഡ്രിൽ ചെയ്യുക. ചക്ക് ഫേസിൽ നിന്ന് 115 മില്ലിമീറ്റർ അകലെയായി ട്രൂ ചെയ്ത് ട്രെയിൽ സ്റ്റോക്കിൽ ജോബ് സപ്പോർട്ട് കൊടുക്കുക. (24.05 മില്ലിമീറ്റർ ഡയാമീറ്ററിൽ മാക്സിമം ലെങ്തിലേക്ക് ജോബ് ടേൺ ചെയ്യുകയും മൈക്രോമീറ്റർ ഉപയോഗിച്ച് ഡയാമീറ്റർ ഉറപ്പാക്കുകയും ചെയ്യുക. ടൂൾ പോസ്റ്റിൽ ടേണിംഗ് ടൂൾ സ്ഥാപിച്ച് ഫേസിൽ നിന്ന് 4 മില്ലിമീറ്റർ വരെ നീളമുള്ള 18 മില്ലിമീറ്റർ ഡയയിലേക്ക് സ്റ്റെപ്പ് ടേൺ ചെയ്യുക. സ്റ്റെപ്പ് ഡയാമീറ്റർ 18 മില്ലിമീറ്ററിന്റെ എഡ്ജിൽ നിന്ന് R1 റേഡിയസ് ഉണ്ടാക്കുക. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ ജോബിൽ 1 ഡിഗ്രി 26 മിനിറ്റ് 11 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ടേപ്പർ സൃഷ്ടിക്കുവാൻ ഒരു ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് നമുക്ക് ടേപ്പർ ടേണിംഗ് പഠിക്കാം. ഒരു ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ടേപ്പറുകൾ ടേൺ ചെയ്യുന്നതിനുള്ള വേഗത്തിലുള്ളതും കൃത്യവുമായ മാർഗം നൽകുന്നു. ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് ടേപ്പർ ടേൺ ചെയ്യുമ്പോൾ ഇനി പറയുന്നവ പാലിക്കണം.
ഗൈഡ് ബാറും സ്ലൈഡിംഗ് ബ്ലോക്കും തമ്മിലുള്ള ബാക്ക് ക്ലാഷ് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഗൈഡ് ബാർ വൃത്തിയാക്കി ഓയിൽ അപ്ലൈ ചെയ്യുക. ലോക്കിംഗ് സ്ക്രൂകൾ അഴിക്കുക. തുടർന്ന് ഗൈഡ് ബാർ ആവശ്യമായ ആംഗിളിലേക്ക് തിരിക്കുക. ലോക്കിംഗ് സ്ക്രൂകൾ ടൈറ്റ് ചെയ്യുക. ഗൈഡ് ബാറിന്റെ അറ്റങ്ങൾ ക്രോസ് ലൈസ്ഡ് എക്സ്റ്റൻഷനിൽ നിന്ന് തുല്യമായതുവരെ ബേസ് പ്ലേറ്റ് ക്രമീകരിക്കുക. കൃത്യമായ മധ്യത്തിൽ കട്ടിംഗ് ടൂൾ സജ്ജീകരിച്ച് വിന്യസിക്കുക. ഏതെങ്കിലും പിശക് തെറ്റായ ടേപ്പറിന് കാരണമാകും. വർക്ക് പീസ് ചക്കിലോ കേന്ദ്രങ്ങൾക്കിടയിലോ മൗണ്ട് ചെയ്യുക. കട്ടിംഗ് ടൂൾ ടേപ്പർ ചെയ്ത ഭാഗത്തിന്റെ മധ്യഭാഗത്ത് എതിർവശമാകുന്നതുവരെ കാരേജ് ക്രമീകരിക്കുക. ഈ സ്ഥാനത്ത് ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് സുരക്ഷിതമാക്കുവാൻ ലെയ്ത്ത് ബെഡിലേക്ക് ക്ലാമ്പിംഗ് ബ്രാക്കറ്റ് ലോക്ക് ചെയ്യുക. മുകളിലെ സ്ലൈഡ് ക്രോസ് സ്ലൈഡിന് സമാന്തരമായി ക്രമീകരിക്കുക, അതായത് വോക്കിന് 90 ഡിഗ്രി. ശരിയായ സ്ഥാനത്തിനായി കട്ടിംഗ് ഉപകരണം സജ്ജമാക്കുക. ആവശ്യമായ RPM വേഗതയും സജ്ജമാക്കുക. കട്ടിംഗ് ഉപകരണം ആവശ്യമുള്ള ആഴത്തിൽ മുറിക്കുക. ക്രോസ് സ്ലൈഡും ക്രോസ് സ്ലൈഡ് നട്ടും ബന്ധിപ്പിക്കുന്ന ലോക്കിംഗ് സ്ക്രൂകൾ നീക്കം ചെയ്യുക. ക്രോസ് സ്ലൈഡ് വിപുലീകരണവും സ്ലൈഡിംഗ് ബ്ലോക്കും ബന്ധിപ്പിക്കുന്നതിന് ബൈൻഡിംഗ് ലിവർ ഉപയോഗിക്കുക. ക്രോസ് സ്ലൈഡ് സ്ക്രൂവിനെ അഴുക്കിൽ നിന്നും ലോഹ ചിപ്പുകളിൽ നിന്നും സംരക്ഷിക്കുവാൻ ക്രോസ് സ്ലൈഡിന്റെ മുകളിലുള്ള ദ്വാരത്തിൽ അനുയോജ്യമായ ഒരു പ്ലഗ് ഇടുക. ജോബിൽ കട്ടിംഗ് ടൂൾ നൽകുന്നതിന് കോമ്പൗണ്ട് സ്ലൈഡ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടതുണ്ട്. വർക്ക് പീസിന്റെ വലതുവശത്ത് നിന്ന് ഏകദേശം 12 മില്ലിമീറ്റർ അകലെ കട്ടിംഗ് ടൂൾ ആകുന്നതുവരെ കാരേജ് വലതുവശത്തേക്ക് നീക്കുക. ലെയ്ത്ത് ഓണാക്കുക. ഏകദേശം 2 മില്ലിമീറ്ററോളം നീളമുള്ള ഒരു ലൈറ്റ് കട്ട് എടുത്ത് വലിപ്പത്തിനായി ടാപ്പറിന്റെ അവസാനം പരിശോധിക്കുക. റഫിംഗ് കട്ടിന്റെ ആഴം സജ്ജമാക്കുക. പ്ലെയിൻ ടേണിംഗ് പോലെ ജോബ് മെഷീൻ ചെയ്യുക. ഓരോ കട്ടിന്റെയും ആരംഭത്തിൽ വോക്ക് ടൂൾ 12 മില്ലിമീറ്ററിന് അപ്പുറത്തേക്ക് നീക്കി പ്ലേ നീക്കം ചെയ്യുക. വലിപ്പത്തിനനുസരിച്ച് ടേപ്പർ പൂർത്തിയാക്കുക. വർക്ക് പീസ് ഡീബർ ചെയ്യുക.
സ്പിൻഡിൽ നോസിൽ നിന്ന് ചക്കഴിച്ച് നോസ് ബോറിലേക്ക് സ്പിൻഡിൽ സ്ലീവ് ശരിയാക്കുക. സ്ലീവിൽ ജോബ് തിരുകുക. മെഷീൻ RPM സജ്ജമാക്കുക. നിങ്ങളിൽ നിന്ന് 30 ഡിഗ്രി അകലെ കോമ്പൗണ്ട് സ്ലൈഡ് തിരിക്കുക. ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റിന്റെ സഹായത്തോടെ മറ്റേ അറ്റം തിരിക്കുന്നതിന് മുൻപ് വിശദീകരിച്ച ഘട്ടങ്ങൾ ആവർത്തിക്കുക. ഡിഗ്രി 60 ഡിഗ്രി ഉൾപ്പെടുത്തിയ ആംഗിൾ ലഭിക്കുവാൻ റഫ് ആൻഡ് ഫിനിഷ് ടേപ്പർ ടേൺ. വർക്ക് പീസ് ഡീബർ ചെയ്യുക. മാച്ചിങ് MT3 ടേപ്പർ സ്ലീവ് അല്ലെങ്കിൽ ടേപ്പർ ഗേജ് ഉപയോഗിച്ച് ടേപ്പർ പരിശോധിക്കുക. മാച്ചിങ് MT3 ടേപ്പർ സ്ലീവ് ഉപയോഗിച്ച് MT3 ഡെഡ് സെന്ററിനായുള്ള മാച്ച് പരിശോധിക്കുന്നതിനുള്ള ക്രമം ഇപ്പോൾ നമുക്ക് പഠിക്കാം. ബറുകൾ, അഴുക്ക്, എണ്ണ അല്ലെങ്കിൽ ഗ്രീസ് എന്നിവയ്ക്കായി മെയിൽ ആൻഡ് ഫീമെയിൽ വർക്ക് പീസുകൾ പരിശോധിക്കുക. വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് സ്ലീവ്, ഡെഡ് സെന്റർ എന്നിവ വൃത്തിയാക്കുക. MT3 ഡെഡ് സെന്ററിന്റെ ടേപ്പറിൽ പ്രഷ്യൻ ബ്ലൂവിന്റെ നേർത്ത പാളി പ്രയോഗിക്കുക. 120 ഡിഗ്രി അകലം. ഡെഡ് സെന്ററും സ്ലീവും തമ്മിലുള്ള പോസിറ്റീവ് കോണ്ടാക്ട് ഉറപ്പാക്കുവാൻ മതിയായ ശക്തിയോടെ MT3 ടേപ്പേഡ് സ്ലീവിനുള്ളിൽ MT3 ഡെഡ് സെന്റർ കൂട്ടിച്ചേർക്കുക. കൂടാതെ ഡെഡ് സെന്ററിന് 4/1 ട്വിസ്റ്റ് നൽകുക. ഡെഡ് സെന്റർ ശ്രദ്ധാപൂർവം നീക്കം ചെയ്യുകയും പ്രഷ്യൻ ബ്ലൂ ഏകതാനമായി ഉരസുകയാണോ എന്നും പരിശോധിക്കുക. കുറഞ്ഞത് അതിന്റെ വിസ്തൃതിയുടെ 75% വരെ. ഇത് ആവശ്യമുള്ള കോണിന്റെ കൃത്യത ഉറപ്പാക്കുന്നു. റീക്യാപ്പ്. നമ്മൾ പഠിച്ചത്: ഓപ്പൺ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് ടേപ്പർ തിരിക്കുക. മോസ് ടേപ്പർ 3 തിരിക്കുക. ഒരു MT3 സ്ലീവ് ഉപയോഗിച്ച് ടേപ്പർ ഉപയോഗിച്ച് പരിശോധിക്കുക. MT3 ലേറ്റ് ഡെഡ് സെന്റർ നിർമ്മിക്കുകയും ഒരു ഫീമെയിൽ പാർട്ട് ഉപയോഗിച്ച് അത് പരിശോധിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് ഇവിടെ ചർച്ച ചെയ്തത്. അടുത്ത സെഷനിൽ കാണാം.